സ്കൂള് വിട്ട് വന്ന പാട് ചായയും കടിയൊക്കെ ആയിട്ട് മുന്നിൽ വെച്ച് കൊണ്ടേ കൊടുക്കുമ്പോ ഇതെന്താ ടേസ്റ്റ് ഇല്ല അങ്ങനെ പറഞ്ഞ് വലിയ വില ഒന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് നിങ്ങൾ തന്നെ പറയല് ഇന്ന കുട്ടി ഒന്നും ചെയ്യൂല, ഒന്നും ഉണ്ടാക്കൂല, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ തന്നെയാണ് കേടെടുത്തുന്നത്. ഇതേപോലെ സ്കൂളിട്ട് വന്ന പാട് സാധനങ്ങളൊക്കെ തരാ, ഞങ്ങൾ ഉണ്ടാക്കി തരാ. അങ്ങനെ പണ്ടൊരു ഞാൻ അടുക്കളയിൽ കയറിയത്, ഇതുവരെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മളെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് നല്ല അടിപൊളി ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. നമുക്ക് സാൻഡ്വിച്ചിന്റെ മെയിൻ സാധനം ഈ ബ്രെഡ് ആണല്ലോ. ബ്രെഡല്ല, എന്തോ സംഭവം, ഇതിന്റെ പേര് കറക്റ്റൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മളെ പരിപാടി ഇന്ന് ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല കിടുക്കാച്ചൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. പോരി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രെഡ് നടുവണ്ട് കീറണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് തോന്നുന്നു മൂപ്പര് കുറച്ച് ഉറപ്പ്. കോമഡി ആയിട്ട് പോകാൻ ചിരിക്കുക. അപ്പോൾ ഒന്ന് സക്സസ് ആയി, ഇനി അടുത്തത് സക്സസ് ആക്കാം. ഇതെന്താ രണ്ടെണ്ണം മാത്രം എടുത്തുക്കണെന്നാവും നിങ്ങൾ ചോദിക്കണ്ടാവുക. ഇവിടെ എല്ലാവരും ഇത് നല്ലോണം കഴിക്കൂല. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാലോ, അപ്പോൾ കുറേ കഴിക്കാമല്ലോ. ഇനി നമുക്ക് അടുത്ത പരിപാടി ബട്ടറിൽ നമ്മളെ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്ക് പാനിലേക്ക് നമ്മളെ ബട്ടർ നല്ലോണം ഉണ്ട് തേച്ച് കൊടുക്കാം. ഞാൻ ബട്ടർ ഇപ്പം അടുത്തൊരു ദിവസം ഞാൻ കഴിച്ചത്, പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നും കൂടെ മഴ കൊണ്ട് വേവിപ്പിച്ചതാണ്. ഒക്കെ കുറച്ച് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മളെ ബ്രെഡ് ഇവിടെ സെറ്റ് ആയിക്കണം. നമുക്ക് ഫ്ലെയിം ഉണ്ട് ഓഫായി കൊടുക്കാം. അപ്പോൾ നമ്മളെ ബ്രെഡൊക്കെ അവിടെ സെറ്റ് ആയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല, അതിനുള്ളിലത്തെ ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഇട്ടെടുത്തിരുന്നു. നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം. തക്കാളി, ഇതൊക്കെ നിങ്ങളെ കണക്കിനനുസരിച്ച് നിങ്ങൾ എടുക്കട്ടെ. നിങ്ങൾക്ക് തോന വേണമെങ്കിൽ തോന്നെടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ചിക്കൻ നല്ല കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്താണ്. അപ്പം ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓവറായാൽ എരിഞ്ഞ് ആളാകെ സ്വീപ്പാവും. അത് കുറച്ച് മതി. നമ്മളെ ഫില്ലിങ്ങിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല അടിപൊളി മയോണൈസ് കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ബ്രെഡിലേക്ക് കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം. കുറേ തേച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് മയോണൈസ് ഒന്നാ കുടിച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ക്രിസ്പി ഒക്കെ കിട്ടും, അപ്പോഴുള്ള ടേസ്റ്റ്. ഇനി ഇതാ നമ്മളെ മെയിൻ സാധനം, നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രെഡ് ഇങ്ങനെ വെക്കാൻ നോക്കുക. ബ്രെഡിന് കെടുക്കായിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടൂത്ത് പിക്ക് ഇല്ലാതെ ഇങ്ങനെ നിൽക്കൂലാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈർക്കളി വെച്ച് സെറ്റാക്കിയാണ്. ടൂത്ത് പിക്കിന് ചെറിയൊരു ക്ഷാമം. ടൂത്ത് പിക്ക് നമ്മൾ വേങ്ങലില്ല, കല്യാണത്തിന് വേലല്ലേ കിട്ടല്. അപ്പോൾ നമ്മൾ വേങ്ങലില്ല, കല്യാണത്തിന് ഏതാണ്ട് 3-4 എടുത്താൽ മതി. 4-5 ദിവസത്തിന് വലിയ കുത്താറുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ബ്രെഡും ഇതേപോലെ റെഡിയാക്കി വെക്കാം. ഇതിങ്ങനെ സെറ്റാക്കുമ്പോൾ വിചാരിക്കും, ഓ ഇതൊന്ന് ഫുള്ള് ഞാൻ തന്നെ ഒന്നു. പക്ഷെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ണമൊക്കെ തിന്നാൻ പറ്റുള്ളൂ. ഉരുക്കളത്തി
അങ്ങനെ ഇതാ നമ്മളെ സംഗതി ഇവിടെ സെറ്റ് ആയിക്കണ്. നമുക്കൊരു പീസ് കണ്ട് കടിച്ച് ടേസ്റ്റ് ചെയ്യാം. കുറേ നേരമായി മനുഷ്യൻ ക്ഷമ കിട്ട് നിൽക്കണം. പഴയ സാധനം. ഉസാറാണ്. നൈസ്. നമ്മൾ ദുബായ് പാത്ത് പറഞ്ഞ പോലെ പൊളി പപ്ലാച്ചി. സംഗതി കിടക്കാച്ചി ആയിട്ടാണ്. ഇത് ബ്രെഡ് ആയിട്ട് ഉണ്ടാക്കാം, കുബൂസായിട്ട് ഉണ്ടാക്കാം, ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കാം, പൊറാട്ടയായിട്ട് ഉണ്ടാക്കാം, ദോശയായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാവരും സംശയമാവും. കാരണം ദേശീയ ഭക്ഷണം ആരാ? ദോശ. അപ്പം ഈ സംഗതിയുടെ ഉള്ളിൽ വെച്ച് തിന്നാൽ സംഗതി അടിപൊളി. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഇനി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ബസ് കൊണ്ടുവരും. അപ്പം പറഞ്ഞ പോലെ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെക്കിക്കോളിട്ടാ. വാ.